ഞാൻ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിറയെ തീവ്രവാദികളാണ് വന്ന് ഒളിച്ചു പാർക്കുന്നത് എന്ന് എന്നെ പലതവണ പറഞ്ഞിട്ട് ഇവിടെയുള്ള ആളുകൾക്കൊന്നും കൂസലില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കമന്റ് വായിച്ചേപ്പിക്കാം. എങ്കിൽ അത്ര തന്നെ ഇതുമുള്ളൂ. ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു, തിരിച്ചണ്ണാക്കിൽ കിട്ടി, ആഘോഷിക്കും. ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഇന്ന് വരെ ആരെയും കൊന്നിട്ടില്ലേ? ഹമാസ് കൊന്നത് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ്. അതിന് തിരിച്ചു കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ചാൽ ആഘോഷിക്കടാ തീവ്രവാദി. എവിടെയായി റിയൽ ലൈഫ്? ഞാൻ പഠിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനത്താണ്. ഇന്ത്യയിലെ ഏറ്റവും റാങ്കിംഗ് ഉള്ള 2ാമത്തെ യൂണിവേഴ്സിറ്റിയിലാണ്. നിന്റെ മുഖ്യതന്ത മോഡിയുടെ മൂക്കിന് താഴെ അവിടെയും ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. ഇനി നിന്റെ വീട്ടിൽ വന്നാണോ പറയേണ്ടത്? ഇതാണോ രാഷ്ട്രീയം? ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത് രാഷ്ട്രീയമാണെന്ന് ഇവൻ ആരാ പറഞ്ഞു കൊടുത്തത്? അതായത് നമ്മുടെ ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നിട്ടുള്ള പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പബ്ലിക് ആയിട്ട് ഇത്രയും കോൺഫിഡൻസ് ആയിട്ടാണ് ഇവൻ വന്നിട്ട് പബ്ലിക് കമന്റ് ഇടുന്നത്. ഇന്ത്യൻ സൈന്യം എന്ത് വേണമെങ്കിലും കൊല്ലട്ടെ, തിരിച്ച് നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്ക് പാകിസ്ഥാനും അവകാശമുണ്ട്. 5000 പേർ കൊല്ലപ്പെട്ട സംഭവം ചീൾ 26മായി ബാലൻസ് ആവണമെങ്കിൽ അത് ഷാഗിയിലെ പ്ലൂട്ടോണിയം തുലാസായിരിക്കും. എന്ത് രീതിയിലാണ് ഇവനൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഇവന്റെ ഒക്കെ രക്തത്തിലുള്ളതാണ് ഈ ഒരു സാധനം. അതിപ്പോ ആർക്കും പറഞ്ഞു മാറ്റാനോ ഒന്നിനും പറ്റില്ല. പക്ഷേ ഇത്രയും ധൈര്യത്തോടുകൂടി പബ്ലിക്കായിട്ട് വന്ന ഒരു പോസ്റ്റിന് താഴെ ഇവൻ ഇങ്ങനെ കമന്റ് ചെയ്യാനായിട്ട് ഇത്രയും കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവന്റെ പിന്നിലൊക്കെ ആരായിരിക്കും? അത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഇതൊക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവനെ തിരിച്ചടിക്കാൻ, അല്ലെങ്കിൽ ഇവന് കേരളത്തിലിരുന്ന് ഇത് പറഞ്ഞാലും ആരും ഇവന് ഒന്നും ചെയ്യില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഇവനുള്ളതുകൊണ്ടല്ല ഇവൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നത്. ഞാൻ ഓർത്ത് ആക്ച്വലി ഇത് അബദ്ധം പറ്റി ഇവൻ ചെയ്തതായിരിക്കും, അറിയാതെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. ഇതിനെ റിയാക്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെയും ഇവൻ വന്ന് ഇതേ കാര്യങ്ങൾ ഒരടി, ഇവൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവൻ മാറണില്ല. വീണ്ടും അതേ കോൺഫിഡൻസോട് കൂടി ആ വീഡിയോയ്ക്ക് താഴെയും പബ്ലിക്കായിട്ട് ഇവൻ ഇതേ കാര്യം വന്ന് കമന്റ് ചെയ്യാണ്. എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനൊക്കെ ഇത്രയും മോശമായിട്ടുള്ള കാര്യം പബ്ലിക്കിനിടയിലേക്ക് പറഞ്ഞു വിടുന്നത്? സത്യം പറഞ്ഞ് ഇവനെയൊക്കെ കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പോലീസിനൊന്നും വിട്ടുകൊടുക്കരുത്. എന്തിനാണ് വെറുതെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസ കൊണ്ട് ജയിലിൽ കിടന്ന് ഇവനൊക്കെ പുട്ടടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവന് കാശ് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവനെയൊക്കെ കൈ കിട്ടി ആ സ്പോട്ടിൽ തീർക്കണം. അങ്ങനെയുള്ള ഐറ്റം ഇവനൊക്കെ. ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇവന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ. നമ്മൾ നിയമപരമായിട്ട് തന്നെ ഈ ഒരു കമന്റിനെതിരെ നീങ്ങുക തന്നെ ചെയ്യും. പിന്നെ ഇവൻ ആരാണ്, ഇവൻ എവിടെയാണ് എന്നൊക്കെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് DM ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചുമന്ന തിരിയ പട്ട് വാങ്ങി കഴുകി ഉണക്കണം. എന്നിട്ട് ഇത് കത്തിച്ച് ഇത് രണ്ടും കത്തിച്ചിട്ട് ദേവീമാഹിത്വത്തിലെ 11ാം അധ്യായം വായിക്കുക. പത്നിയും മനോരമാ മനോവൃത്താനുസാരിണിയും തരുണീം ദുർഗസംസാരസാഗരസ്യ തുലോചന എന്നൊരു ശ്ലോകം ഉണ്ട്. എനിക്ക് മനസ്സിന് ഹിതകരമായ ഒരു ഭാര്യയെ കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? അവർ ദുർഗാദേവിയുടെ ഭക്തന്മാരായ സന്താനങ്ങളും ആ സന്താനങ്ങൾക്ക് ആയിരക്കണക്കിന് പരമ്പരകളും ഉണ്ടാവാൻ വേണ്ടി. അത് പുലർക്കാലം 5:30-ന്റെയും 6-ന്റെയും ഉള്ളിൽ, 3:30 മുതൽക്ക് സമയം തുടങ്ങും. 5:30-ന്റെ ഉള്ളിൽ കുളിച്ച് ഒരു പുൽപ്പായ വിരിച്ച് അതിലൊരു വെള്ളശീല വിരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം വരുന്ന രീതിയിൽ ഇങ്ങനൊരു നിലവാക്കി വെച്ചിട്ട് വേണം ജയിക്കാൻ.